ഇതൊരു രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. എൻജോയ് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് ഇത്. ഞാൻ ആ ഒരു മൈൻഡോടു കൂടിയാണ് പറയുന്നത്. എനിക്ക് മനസ്സിന് വളരെ സന്തോഷം തന്ന കാര്യം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും സന്തോഷം തരണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിത് പറയുന്നത്. ഇത് കുട്ടികളുടെ കാര്യം അറിയാമല്ലോ. കുഞ്ഞുങ്ങൾക്ക് 5 വയസ്സ് വരെ നമ്മൾ അയണിൻ്റെ സിറപ്പ് കൊടുക്കണം. ചിലരത് പ്രൈവറ്റിൽ നിന്ന് വാങ്ങിക്കൊടുക്കും. പക്ഷെ നമുക്ക് ഗവൺമെൻറ്റിന് അത് തരുന്നുണ്ട്. 6 മാസത്തേക്ക് ഒരു ബോട്ടിൽ എന്നുള്ള രീതിയിൽ, ചെറിയ ബോട്ടിൽ. അപ്പോൾ അത് നമുക്ക് ഫ്രീ ആണ്, പഞ്ചായത്തിൻ്റെ വകയാണ്. അപ്പോൾ ആശാപ്രവർത്തകരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് തരും. അത് 5 വയസ്സ് വരെ മസ്റ്റായിട്ട് കൊടുക്കണം. കാരണം നമ്മുടെ ബ്രെയിനിന് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ് ഈ അയൺ എന്ന് പറയുന്നത്. കുട്ടികളെന്ന് പറയുന്നത് വളർച്ചയുടെ പ്രായമാണല്ലോ. അപ്പം അവരുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമാണ് ഈ അയൺ എന്ന് പറയുന്നത്. അപ്പം നമ്മളത് കൊടുക്കണം. നമുക്ക് തരുന്ന അയൺ എന്ന് പറഞ്ഞാൽ അത് പ്യുവറാണ്. അപ്പോൾ നല്ല ഒരുമാതിരി ചവർപ്പും ഒരുമാതിരി ഒരു ടേസ്റ്റാണ്. നമുക്ക് നേരിട്ടത് കഴിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് അത് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ആയതുകൊണ്ട്, അല്ലാതെ വെളിയിൽ നിന്ന് മേടിക്കുന്ന സിറപ്പിൽ എന്തൊക്കെയോ സംതിങ് ചേർത്തിട്ടുണ്ട്. അപ്പം അതിന് വലിയ കുഴപ്പമില്ല. അത് സാധാരണ പിള്ളേരൊക്കെ അങ്ങ് ആ രീതിയിൽ കഴിക്കും. പക്ഷേ ഗവൺമെൻറ്റിൽ നിന്ന് തരുന്നതിന് നേരിട്ട് കഴിക്കാൻ പാടാണ്. വളരെ കഴിക്കില്ല. വലിയവർക്ക് തന്നെ കഴിക്കാൻ പാടാണ്, പിന്നെ കുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ. അപ്പം അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഓറഞ്ച് ജ്യൂസിനകത്ത് 1 ml വെച്ച് കൊടുക്കുക. അങ്ങനെയാണ്. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസം കൊടുത്താൽ മതി 1 ml. അപ്പം ഇവിടെ ഞാനങ്ങനെ ഓറഞ്ച് മിക്കവാറും വാങ്ങിക്കാറുണ്ട്. ഓറഞ്ച് അങ്ങനെ പെട്ടെന്ന് ചീത്തയാവുന്ന സാധനം. ഇപ്പോൾ ചൂടാകുമ്പോൾ കുഴപ്പമില്ല. അപ്പം ഞാനിങ്ങനെ നോക്കി എടുത്ത് ആഴ്ചയിൽ ഇങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളങ്ങനെ ഓറഞ്ച് ഒക്കെ എടുത്ത് ജ്യൂസൊക്കെ ആക്കി ഒക്കെ കൊടുത്ത് വെളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. വെളിയിലിരിക്കുന്ന സമയത്ത് നോക്കിയപ്പോൾ ഒരു അപ്പൂപ്പൻ താടി വരുന്നത്. അപ്പൂപ്പൻ താടി അറിയാമല്ലോ, ഇങ്ങനെ പറന്ന് വരുന്ന ഒരു പൂ പോലെ ഇരിക്കുന്ന ഒരു സംഭവം, വെളുത്ത കളറിൽ, വെയിറ്റ് ഇല്ലാതെ ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ പറന്ന് വെക്കും. അതിനൊരു സീസൺ ആകുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ ഇങ്ങനെ ആ ഒരു കായൽ നിന്ന് പൊട്ടി വിരിഞ്ഞിട്ട് ഇഷ്ടംപോലെ ഇങ്ങനെ പറന്ന് കിടക്കും. അപ്പോൾ ഈ ഭാഗത്ത് എവിടെയോ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഒരു അപ്പൂപ്പൻ താടി പെട്ടെന്ന് വന്നു. വലിയ ഒരെണ്ണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓടിച്ചെന്ന് അതിനെ എടുത്ത് അങ്ങനെ അത് ഇങ്ങനെ നമ്മൾ പറപ്പിച്ചിങ്ങനെ കളിക്കുമല്ലോ. കളിച്ച് അപ്പോഴത്തേക്കും ഞാൻ എന്താ കാര്യത്തിനകത്തേക്ക് പോന്നു. അപ്പോൾ കുഞ്ഞു എൻ്റെ കൂടെ വന്ന് അങ്ങനെ അകത്ത് കുറച്ച് നേരം ഇട്ടത് ഇങ്ങനെ കളിക്കുക. അപ്പം അവൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അകത്തോട്ട് വന്നതാണ്. അപ്പോൾ അതിങ്ങനെ പറത്തി കളിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആൾ എൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും കയ്യിലില്ലത്. അത് ഫാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എവിടെയോ കയ്യിൽ നിന്ന് നഷ്ടമായിപ്പോയി. വെയിറ്റ് ഇല്ലാത്തതല്ലേ, ഇവർക്ക് അറിയത്തില്ലല്ലോ എങ്ങനെ പിടിക്കണം, അങ്ങനെ ചെയ്യണം. അപ്പോൾ അവളവിടെ കൊണ്ടുവന്നപ്പം കാറ്റത്തത് എവിടെയോ പറന്ന് പോയി. റൂമിൽ തന്നെ എവിടെയെങ്കിലും കാണും. ഏതെങ്കിലും ഒരു മൂലയിൽ പോയി ഇരുന്നിട്ടുണ്ടാകും. അപ്പോൾ കാണുന്നില്ല. അപ്പം പിന്നെ ആ പോട്ടെ, നമുക്ക് വേറെ നോക്കാം. അപ്പുറത്തൊരു പറമ്പ് പോലെ ഉണ്ട്, അവിടെ കാണും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വെള്ളോട്ടിറങ്ങിയപ്പോഴത്തേക്കും ഒരു കാക്കയുടെ തൂവൽ, ചെറിയ തൂവലുണ്ടല്ലോ, നോക്കിയപ്പോൾ അത് എടുത്തുകൊണ്ട് വരുന്നത്. അപ്പം അതിനും വെയിറ്റ് കുറവായതുകൊണ്ട് അതും തനിയെ ഇങ്ങനെ പറക്കുന്നുണ്ട്. ചെറിയ തൂവലാണ്. അങ്ങനെ അതിങ്ങനെ പറക്കാൻ തുടങ്ങി. അത് കാക്കയുടെ ആണോ അത് പ്രാവിൻ്റെ ആണോ എന്നൊരു സംശയമുണ്ട്. അപ്പം പ്രാവിൻ്റെ ആവാനാണ് ചാൻസ് എന്ന് തോന്നുന്നു. ചെറിയ തൂവലാണ്. അതങ്ങനെ പറക്കുന്നു. അപ്പം കുഞ്ഞിന് ഭയങ്കര ഇൻട്രസ്റ്റ്. അങ്ങനെ അപ്പം ഞാനിങ്ങനെ പറഞ്ഞൊക്കെ കൊടുക്കുന്നു. അങ്ങനെ ആശാട്ടി അതിങ്ങനെ പറത്തുന്നുണ്ട്. അപ്പം ചില സമയത്ത് അവളിങ്ങനെ പറത്താനിങ്ങനെ എടുക്കുമ്പോഴും അപ്പുറത്തെ സൈഡിൽ നിന്ന് കാറ്റ് നന്നായിട്ട് വരുമ്പോൾ ഈ തനിയെ അങ്ങ് പറന്നു പോകും. അപ്പം കുറേ ദൂരമൊക്കെ അങ്ങനെ പറന്നിട്ട് പിന്നെ ആ കാറ്റിൻ്റെ സഞ്ചാരം അനുസരിച്ച് പിന്നെ ഇവളുടെ അടുത്തോട്ട് കറങ്ങി വരും. കാരണം മതിലൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് വെളിയിലോട്ട് പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ കറങ്ങി ഇവളുടെ അടുത്ത് വീണ്ടും വരും. ഇവൾ ഭയങ്കര ഹാപ്പി ചിരിച്ചോളും, ഓടിച്ച് നടന്ന് അതിനെടുക്കും, പിന്നെയും പറത്തും. അങ്ങനെ പറത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ വലിയൊരു കാറ്റ് വന്നിട്ട് ഇതങ്ങ് മുകളിലോട്ടങ്ങ് പറന്നു. മുകളിലോട്ട് പോയിട്ട് മുകളിലത്തെ ആ ഓടിൻ്റെ ഭാഗത്തൊക്കെ എവിടെയോ പോയി. അപ്പം ഞാനോർത്ത് നമ്മുടെ എൻ്റെ സൈഡിൽ ഓടിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ വെച്ച് നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ മുകളിലൊക്കെ ചെന്ന് നോക്കിയിട്ടൊന്നും കണ്ടൊന്നുമില്ല. അപ്പോൾ അതെവിടെയോ അതും ഇതുപോലെ തന്നെ പറന്നു പോയി. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര സങ്കടം. അങ്ങനെ ഞങ്ങൾ പിന്നെ ഗേറ്റൊക്കെ തുറന്ന് ഞാൻ പറഞ്ഞു നമുക്ക് അപ്പുറത്ത് പോയി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ ചെറിയ 2-3 അപ്പം തടി കിട്ടി. പിന്നെ ഇങ്ങനെ നോക്കി ചെന്നപ്പോൾ ഒരു വലുതും കിട്ടി. അപ്പോൾ അങ്ങോട്ട് കാണും. പിന്നെ ഈ 2-3 മതിയല്ലോ, ഒരുപാടായാലും പ്രശ്നമാണ്, മൂക്കിലൊക്കെ കയറും, നമുക്കറിയാൻ പറ്റില്ല. അങ്ങനെ അതും കൊണ്ട് വന്ന് അങ്ങനെ അപ്പൂപ്പൻ താടി ഇട്ടുള്ള കളിയായിരുന്നു ഇന്ന് കുട്ടി.
അപ്പം നമ്മളെല്ലാവരും ഇത് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഈ അപ്പൂപ്പൻ താടി എന്ന് പറയുന്നത് അല്ലേ. അതിങ്ങനെ എടുത്ത് ഇങ്ങനെ ഊതി ഊതി അങ്ങനെ വിടുക മുകളിലോട്ട്. അപ്പോൾ അതിങ്ങനെ ആ കാറ്റത്ത് പോവും. ചിലപ്പം കാറ്റ് കുറയുമ്പോൾ അത് താഴോട്ട് വരും. പിന്നെ അതിനെ ഇങ്ങനെ ഉയർത്താനുള്ള ശ്രമം, അല്ല പട്ടം പറത്തുന്നതിൻ്റെ വേറൊരു ഫോം. അപ്പം ഇന്ന് അവളതങ്ങനെ കണ്ട് സന്തോഷിച്ചപ്പോൾ എനിക്കും ഒരു സന്തോഷമായി. ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറേ നേരം അത് കളിച്ചു. അപ്പോൾ കുട്ടികളുമായിട്ട് കളിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശരിക്കും ശാന്തമാകും, ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഞാനെപ്പോഴും പറഞ്ഞാൽ റിഫ്രഷ് ആകും. അപ്പം കുട്ടികളുമായിട്ട് കളിക്കുന്നത് വളരെ ഒരു നല്ല കാര്യമാണെന്നാണ് പല ഡോക്ടേഴ്സും പറയുന്നത്. അപ്പം നിങ്ങളും കുട്ടികളും ഒക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ കളിക്കാനുള്ള സമയം കണ്ടെത്തണം. അത് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും നല്ലതാണ്. ഓക്കെ.